ഹലോ ഗായ്സ്, അപ്പം ഇന്ന് ചോറൂണാണ് പിള്ളേരുടെ. അപ്പം കുറേ ചോറൂണൊക്കെ കഴിഞ്ഞു. എന്നാലും അപ്പോഴൊന്നും വീഡിയോ എടുത്തിടാൻ പറ്റിയിട്ടുണ്ടായില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പണ്ടത്തെ വീട്ടിൽ കരുവറ്റയിൽ പണ്ടത്തെ വീട്ടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്, പടിയിട്ടെന്ന് പറഞ്ഞാൽ. അവിടെയാണ് കൊടുക്കുന്നത്. ഞാനും ഏട്ടത്തിയും ചേട്ടനും അമ്മയും പിള്ളേരും കൂടെയാണ് പോയിരുന്നത്. അമ്മുമ്മ നേരത്തെ പോയി അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അങ്ങോട്ട്. അപ്പം പിള്ളേർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ്. കാരണം അവർക്ക് കുറുക്കും പാലും അല്ലാണ്ട് ഇപ്പം ഈ ചോറൂണ് കഴിയുന്നവരെ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ചോറൂണെന്ന് പറയുമ്പോഴേ അവർക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറൂണിന് പോകാൻ. ചോറൂണ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെല്ലാം കൊടുക്കും. ഇപ്പം അങ്ങനെ എല്ലാം കൊടുക്കുന്നൊന്നുമില്ല, കുറുക്കും പാലും മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അവർക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ ചോറൂണിനൊക്കെ പോകാൻ. അപ്പം ഇതിൻ്റെ വീഡിയോസും ചോറൂണിൻ്റെ അമ്പലത്തിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സാക്ഷി സമാനരഹിതമോഹനാഗി സദാ പാലയ. അപ്പം എല്ലാം കഴിഞ്ഞു, ചോറൊക്കെ കൊടുത്തു. അതിൻ്റെ എല്ലാവരും ബാക്കിയുള്ള എല്ലാവരും പിള്ളേർക്ക് ചോറ് കൊടുക്കുക. അപ്പോൾ ബദ്രയാണെങ്കിൽ എന്നെ ഇങ്ങനെ നോക്കുക. ഞാൻ ഈ വീഡിയോയും ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഓരോരുത്തരായിട്ട് ചോറൊക്കെ കൊടുത്തു. ഇതിന് വന്നിട്ട് എൻ്റെ റോൾ ഈ ഫോണും പിടിച്ച് നടക്കലായിരുന്നു. എനിക്ക് തോന്നുന്നു അവരെന്നെ ഇതിനായിരുന്നു കൊണ്ടുവന്നിരുന്നതെന്ന്. അങ്ങനെ പോലും എനിക്ക് തോന്നിപ്പോയി. അത് ഇപ്പം ഒരു പൂജ ഉണ്ടായിരുന്നു. അപ്പം അതിന് നട അടച്ചിരിക്കുമായിരുന്നു. നട അടച്ചിരുന്ന സമയത്ത് ചേട്ടനാണെങ്കിൽ നട തുറക്കുമ്പം ഈ മണി അടിക്കാൻ വേണ്ടിയിട്ട് മണിയുടെ കയറ് പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഭദ്ര പിടിച്ച് ഈ നട അടിച്ചിരിക്കുമ്പം മണി അടിക്കരുതെന്ന് പറയും. ഇവളാണെങ്കിൽ ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവളാൽ പറ്റുന്ന രീതിയിൽ അവൾ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നട തുറന്ന് ചേട്ടൻ മണിയടിക്കുന്നത് കണ്ടപ്പോഴാണ് നമുക്കൊരു സമാധാനം വന്നത്. അപ്പോൾ ഒരു പൂജയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരുടെ പേരിലും പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു.
പിന്നെ എല്ലാവർക്കും സന്തോഷമായി ഇങ്ങനെ ചോറൊക്കെ കൊടുക്കാൻ പറ്റിയതിൽ. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഈ അമ്പലത്തിൽ വരുന്നത്. പിന്നെ നേദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പായസമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താണ് നല്ല ഓവർ മധുരമല്ല, നല്ല പായസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ചേട്ടൻ പറഞ്ഞ് അവിടെ ഇങ്ങനെ ചെളി പറ്റിയിരിപ്പുണ്ടായിരുന്നു. ഈ കാക്കകളൊക്കെ വന്നിട്ട് കിളിയൊക്കെ വന്നിട്ട് ചിറകിട്ടടിക്കുമ്പം ഈ ചെളി വീഴുന്ന, അപ്പോൾ മഴയത്ത്. അപ്പം ചേട്ടൻ പറഞ്ഞു ഇതിങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തൊക്കെ കഴിഞ്ഞു. കുറച്ച് നല്ലപോലെ വരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ നടയൊക്കെ അടിച്ച് എല്ലാം ഈ പാത്രങ്ങളും എല്ലാം കഴുകി എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ തന്നെ എല്ലാം ചെയ്യുന്നത്. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.